ആസിയ ബീബിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ മതനിന്ദ നിയമത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ക്രൈസ്തവ ദമ്പതികളായ ഷഗുഫ്ത കൗസർ, ഭർത്താവ് ഷഫ്കത്ത് മസീഹ് എന്നിവരുടെ കേസ് കോടതി ഈ മാസം 25-ന് പരിഗണിക്കും. തടവിലായി 5 വർഷങ്ങൾക്കു ശേഷമാണ് കേസ് കോടതി പരിഗണിക്കുന്നത്. ആസിയ ബീബിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ സൈഫുൾ മാലൂക്കാണ് ഇവർക്കുവേണ്ടിയും ഹാജരാകുന്നത്. നിരക്ഷരരായ കൗസർ ഇസ്ലാം മതത്തിനും ഖുറാനുമെതിരെ സന്ദേശങ്ങൾ മൊബൈലിൽ നിന്ന് മെസ്സേജായി അയച്ചെന്നായിരുന്നു ഇവർക്കെതിരായ കേസ്. കുട്ടികൾ തമ്മിലുള്ള വഴക്കിന്റെ പേരിൽ മുഹമ്മദ് ഹുസൈൻ എന്ന ആളാണ് ദമ്പതികൾക്കെതിരെ പരാതി ഉന്നയിച്ചത്. കൗസറിന്റെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വ്യാജ സിം കാർഡ് വാങ്ങി ഒരു അയൽക്കാരനാണ് കേസിനു കാരണമായ സന്ദേശങ്ങൾ അയച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ 2014-ൽ തോബ തേങ് സിംഗ് ജില്ലാ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു. മുൻപ് ആസിയ ബീബി കഴിഞ്ഞ മുൾട്ടാനിലെ ജയിലിലാണ് കൗസർ ഉള്ളത്. 240 കിലോമീറ്റർ അകലെ ഫൈസലാബാദ് ജയിലിലാണ് ഭർത്താവ് മസീഹ് ഇപ്പോൾ ഉള്ളത്. അരയ്ക്ക് താഴെ തളർന്ന ചികിത്സയിലാണ് ഷഫ്കത്ത് മസീഹ്. ബ്രിട്ടീഷ് പാകിസ്ഥാനി ക്രിസ്ത്യൻ അസോസിയേഷനാണ് ഇവർക്ക് സഹായമായി പ്രവർത്തിക്കുന്നത്. കേസ് 25-ന് കോടതി പരിഗണിക്കും. തടവിൽ കഴിയുന്ന ദമ്പതികൾക്കും ഇവരുടെ കേസ് വാദിക്കുന്ന സൈഫുൾ മാലിക്കിനുമായി പ്രാർത്ഥനയിലാണ് പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ സമൂഹം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.